നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുള്ളത്. അപ്പോൾ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും സാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. നോക്കാം. വിച്ച് ഫോം ഓഫ് കൊമേഴ്സ്യൽ ഓർഗനൈസേഷൻ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഓൾഡസ്റ്റ്? ഏറ്റവും പഴക്കം ചെന്ന കൊമേഴ്സ്യൽ ഫോം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ബിസിനസ് ഏതാണ്? ആ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും. ഇതിന് ഉത്തരം കൃത്യമായിട്ട് പറയാൻ കഴിയും, അല്ലേ? ഏതാണ് ഇതിന് ഉത്തരം എന്ന് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, അല്ലെ? ഏറ്റവും പഴക്കം ചെന്ന ബിസിനസ് ഫോം എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, അല്ലെ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകാംഗ വ്യാപാരം എന്നാണ് അർത്ഥം, അല്ലെ? ഏത് ബിസിനസ് തുടങ്ങിയാലും നമ്മളൊരു ഏകാംഗ വ്യാപാരമായി തുടങ്ങുകയും പിന്നീട് അതിനെ പാർട്ണർഷിപ്പ് ആവുകയും പിന്നീട് കമ്പനി ആയിട്ട് മാറുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ശരി. ഇനി അടുത്തത്, ദ ലയബിലിറ്റി ഓഫ് എ സോൾ ട്രേഡർ ഈസ് ഡിസ്ക്രൈബ്ഡ് അസ്. ലയബിലിറ്റി, ഒരു സോൾ ട്രേഡറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് ടു ദ ക്യാപിറ്റൽ ആണോ, ഷെയർ വിത്ത് ദ സ്റ്റേറ്റ് ആണോ, ലിമിറ്റഡ് ബൈ ദ കമ്പനീസ് ആണോ, അല്ലേ? അപ്പോൾ ഏതാ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, അല്ലേ? എന്താണ്? അൺലിമിറ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞു തന്നു, സോൾ ട്രേഡറും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിൽ വേർതിരിവില്ല, രണ്ടും ഒരാൾ തന്നെയാണ്, അല്ലേ? ബിസിനസ് എന്ത് നഷ്ടം സംഭവിച്ചാലും അത് സോൾ ട്രേഡറിന് അവകാശപ്പെട്ടതാണ്, ബിസിനസ്സിന് ലാഭം സംഭവിച്ചാലും അത് സോൾ ട്രേഡറിന് അവകാശപ്പെട്ടതാണ്. ബിസിനസ് എന്ത് തരത്തിലുള്ള നഷ്ടം സംഭവിച്ചാലും അത് ആരുടെ ഉത്തരവാദിത്വം കൂടിയാണ്? സോൾ ട്രേഡറുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ അസറ്റുകളും കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് വീട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരുടെ ലയബിലിറ്റി എത്തുമ്പോഴാണ് അൺലിമിറ്റഡ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. എന്താണ്? അൺലിമിറ്റഡ്, അല്ലേ? ശരി. അടുത്ത, വിച്ച് ബിസിനസ് ഫോം ഈസ് കൺസിഡേർഡ് ദ ഈസിയസ്റ്റ് ടു ഫോം ആൻഡ് സിംപ്ലസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ? ഏറ്റവും എളുപ്പത്തിൽ രൂപീകരിക്കാൻ കഴിയുന്നതും ഏറ്റവും എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ബിസിനസ് ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ എ, ബി, സി, ഡി, അല്ലേ? ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, അല്ലേ? എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഏറ്റവും പെട്ടെന്ന് തുടങ്ങാൻ കഴിയുന്നതും ഏറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ബിസിനസ് ഫോം ഏത് എന്ന് ചോദിച്ചാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്, അല്ലേ? ശരി. അടുത്ത, ഇൻ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ദ ഓണർ ഈസ് ലീഗലി അക്കൗണ്ടബിൾ ഫോർ ഫിനാൻസസ് ഇൻക്ലൂഡിങ്, അല്ലേ? ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഓണർ എന്ന് പറയുന്നത് ലീഗലി അക്കൗണ്ടബിൾ ഫോർ ഫിനാൻസസ് ഇൻക്ലൂഡിങ് ഓൺലി ക്യാപിറ്റൽ, ഡെറ്റ്, ലോൺസ് ആൻഡ് ലോസസ്, ഓൺലി ദ പ്രോഫിറ്റ്, ഓൺലി ദ കോമൺ സീൽ, അല്ലേ? എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും ആര് ലയബിൾ ആണ്? നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർ ലയബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, അല്ലേ? എന്താണ്? ഡെറ്റ്സ്, ലോൺസ്, ലോസസ്, ഇതിനെല്ലാം ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? സോൾ പ്രൊപ്രൈറ്ററിന് ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? ശരി. അടുത്ത്, അക്കോർഡിംഗ് ടു ദ കമ്പാരിസൺ ബിറ്റ്വീൻ എ സോൾ ട്രേഡർ ആൻഡ് എ കോപ്പറേറ്റീവ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? അല്ലേ? സോൾ ട്രേഡറും കോപ്പറേറ്റീവും തമ്മിലൊരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിക്കുന്നത്. സോൾ ട്രേഡറിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, തെറ്റാണ്. മാനേജ്മെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ സോൾ ഓണർ, അല്ലേ? ഒരു കോപ്പറേറ്റീവിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോൾ ഓണറിന്റെ കയ്യിലാണ്, തെറ്റാണ്. എ സോൾ ട്രേഡർ ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കറക്റ്റ് ആണ്, അല്ലേ? സോൾ ട്രേഡറിന് എന്തോന്നില്ല? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. കോപ്പറേറ്റീവ്സ് കനോട്ട് റേസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ്, തെറ്റാണ്, അല്ലേ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോൾ ട്രേഡറിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല, ബിസിനസ്സും സോൾ ട്രേഡറും ഒരാൾ തന്നെയായിരിക്കും, അല്ലേ? ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ എന്ന് പറയുക. അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെന്റ് 1, സോൾ ട്രേഡിംഗ് കൺസേൺ ഈസ് റെക്കഗ്നൈസ്ഡ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് കൊമേഴ്സ്യൽ ഓർഗനൈസേഷൻ. ഏറ്റവും പഴക്കം ചെന്നതാണ് സോൾ ട്രേഡർ, അല്ലേ? കറക്റ്റ് ആണ്. ഇൻ ദിസ് ഫോം ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന സിംഗിൾ ഇൻഡിവിജ്വൽ ആണ്, കറക്റ്റ് ആണ്. The liability of the sole trader is limited to the capital they have invested in the firm, അല്ലെ? ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നത് അത് തെറ്റാണ്, അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ആണ് കറക്റ്റ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, അല്ലേ? 1 and 2, അല്ലേ? ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ, അല്ലേ? 1 and 2, ഓപ്ഷൻ എ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അസർഷൻ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് കൊമേഴ്സ്യൽ ഓർഗനൈസേഷൻ, കറക്റ്റ് ആണ്. ദ ടേം സോൾ ട്രാൻസ്ലേറ്റ്സ് ടു വൺ പേഴ്സൺ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ, അതും കറക്റ്റ് ആണ്, അല്ലേ? പക്ഷേ ആദ്യത്തെ റീസൺ ആണോ രണ്ടാമത്തത്? അല്ല,
അല്ലേ? ആദ്യത്തെ റീസൺ അല്ല രണ്ടാമത്തെ, പക്ഷേ രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അസർഷൻ, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ, അല്ലേ? രണ്ടും കറക്റ്റാണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് എന്തിൻ്റെ, അസർഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിന് ഉത്തരം. അപ്പോൾ അസർഷനും പിന്നെ അതുപോലെ തന്നെ റീസണും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും എന്താണ്, ഇത് തമ്മിലൊരു കണക്ഷൻ വേണം. ഓക്കെ, വായിക്കുന്ന സമയത്ത് ഒരു കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ശരി. അടുത്ത്, ദ ലയബിലിറ്റി ഓഫ് എ സോൾ ട്രേഡർ ഈസ് ലിമിറ്റഡ് ടു ദ ക്യാപിറ്റൽ ദേ ഹാവ് ഇൻവെസ്റ്റഡ്. സോൾ ട്രേഡറിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, തെറ്റാണ്. എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് ആൾസോ നോൺ ആസ് ഇൻഡിവിജ്വൽ ഓൺടർപ്രീനർഷിപ്പ്, അല്ലേ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അറിയപ്പെടുന്ന ഇൻഡിവിജ്വൽ ഓൺടർപ്രീനർഷിപ്പ് എന്നറിയപ്പെടുന്നു, അല്ലേ? കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2, അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ എത്രയാണ്? ഡി ആണ്, അല്ലേ? ആൻസർ എത്രയാണ്? ഡി, ഓപ്ഷൻ ഡി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്, പാർട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്, റെസ്പോൺസിബിലിറ്റി ഓൺലി, കോമൺ സീൽ, പൊളിറ്റിക്കൽ പവർ, അല്ലേ? എന്താ പറയുന്നത്? സെക്ഷൻ 4 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിനെ പറ്റിയിട്ട് പറയുന്നു. എന്താ പറയുന്നത്? എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്താ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത്, അല്ലേ, ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്, അല്ലേ? പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഓക്കെ അല്ലേ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം, കേട്ടോ. ശരി. അടുത്ത്, ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് പാർട്ണർഷിപ്പ്. ഒരു സ്റ്റാൻഡേർഡ് പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണോ, അൺലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് ബൈ രജിസ്ട്രാർ, നോൺ എക്സിസ്റ്റൻറ്റ്, അല്ലേ? ഏതാണ് ഇതിൻ്റെ ആൻസർ? നമുക്കറിയാം, എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പിലെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് ബി അൺലിമിറ്റഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ്, ബി ആണ് ആൻസർ, അല്ലേ? ഓപ്ഷൻ ഏതാണ്? ബി ആണ് ആൻസർ. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് പാർട്ട്ണർഷിപ്പിനകത്ത് പറയുന്നത്, അല്ലേ? നമ്മളിതൊക്കെ പഠിച്ചതാണ്, ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്, സംസാരിച്ചതാണ്. അത് ക്ലാസ് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരി. അടുത്ത, ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഹൗ ആർ പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഷെയർഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്, അല്ലേ? നമുക്ക് പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഷ്യോ ഉണ്ട്, അത് പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെ അത് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈക്വലി എന്നാണ് ഉത്തരം, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഈക്വലി എന്നാണ് അതിനുത്തരം, കേട്ടോ. ശരി. അടുത്ത്, ദ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഗവേൺസ്, അല്ലേ? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയിട്ടാണ്, പിന്നെ അതുപോലെ റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജസിനെയും പറ്റിയിട്ടാണ്. പിന്നെ OPC, 1 പേഴ്സൺ കമ്പനിയുടെ രജിസ്ട്രേഷനെ പറ്റിയിട്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളെ പറ്റിയിട്ട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഏതാണ്? റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റികളെയും പ്രിവിലേജുകളെയും പറ്റിയിട്ടാണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അടുത്ത, രജിസ്ട്രേഷൻ ഈസ് ഓപ്ഷണൽ ഫോർ. രജിസ്ട്രേഷൻ നിർബന്ധം അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്തത് പാർട്ട്ണർഷിപ്പാണ്, അല്ലേ? രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്തത് ആർക്കാണ്? പാർട്ട്ണർഷിപ്പാണ്. വോളണ്ടറി രജിസ്ട്രേഷൻ ആണ്, അല്ലേ? നമുക്ക് നിർബന്ധമൊന്നുമല്ല, ഓപ്ഷണലാണ് രജിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? അടുത്ത്, പാർട്ട്നേഴ്സ് പ്രിവിലേജസ് ആർ ലെയ്ഡ് ഡൗൺ ഇൻ ദ, അല്ലേ? പാർട്ട്ണറുകളുടെ എന്താണ് പ്രിവിലേജുകളെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ഏത് ഭാഗത്താണ്? പാർട്ട്ണർഷിപ്പിലെ ഏത് ഭാഗത്താണ് പാർട്ട്നേഴ്സിൻ്റെ പ്രിവിലേജുകളെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്? ഏതിനകത്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്താണ്, അല്ലേ? പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഓപ്ഷൻ ബി പാർട്ട്ണർഷിപ്പ് ഡീഡ്. അടുത്ത്, സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നു, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇൻ ഇന്ത്യ ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932, അല്ലേ? 1932 അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്, പക്ഷേ മാൻഡേറ്ററി അല്ല എന്ന് നമുക്കറിയാം, അല്ലേ? ഓപ്ഷനിലാണ്. ഇനി അടുത്തത്, രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് എ മാൻഡേറ്ററി ലീഗൽ റിക്വയർമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ലീഗൽ റിക്വയർമെൻ്റ് ആണെന്ന് പറയുന്നു, അല്ലേ? ശരി. അപ്പോൾ അതെന്തോന്നാണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അടുത്ത, സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് എന്തോന്നാണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് തന്നെയാണ് എന്തോന്ന് രജിസ്റ്റർ ചെയ്യുന്നത്? പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് കറക്റ്റാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? തെറ്റാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ, കേട്ടോ. അടുത്ത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നു, പാർട്ട്ണർഷിപ്പ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932. പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്,
32 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിനകത്താണ് പറയുന്നത് അല്ലേ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് മാൻഡേറ്ററി. ഉറപ്പായിട്ടും പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. തെറ്റാണ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 2008 എന്ന് പറയുന്നു അല്ലെ? അമെൻമെന്റ് പാസ്സായത് 2008 പറയുന്നത് ശരിയാണ്. പാർട്ട്നേഴ്സ് ആർ കളക്റ്റീവ്ലി റെഫേർഡ് ടു അസ് ഫേം. പാർട്ട്നേഴ്സിനെ കൂട്ടത്തോടെ ഫേം എന്ന് വിളിക്കുന്നു അല്ലെ? അതും ശരിയാണ്. അപ്പോൾ ഇതിന്റെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ആണ് അല്ലെ? എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ഈസ് മാൻഡേറ്ററി എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1, 3 and 4 അല്ലെ? ഏതൊക്കെയാണ്? ഓൺലി 1, 3 and 4. ഓക്കെ അല്ലേ? ശരി. അടുത്ത് പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ആൾസോ നോൺ. പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്, LLP എഗ്രിമെന്റ്, കമ്പനി സീല്, ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലേ? ഉറപ്പായിട്ട് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് അല്ലേ? ശരി. അടുത്തത് റിലേഷൻഷിപ്പ് ഓഫ് പാർട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ അല്ലേ? റിലേഷൻഷിപ്പ്, പാർട്ണർഷിപ്പിന്റെ റിലേഷൻഷിപ്പ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റിലേഷൻഷിപ്പ് ഓഫ് പാർട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ആൻ ഓർഡർ ബൈ ദ കോർട്ട്, എഗ്രിമെന്റ്, ആക്ട് ഓഫ് പാർലമെന്റ്, ഇൻഹെറിറ്റൻസ് അല്ലെ? എന്തിലാണ്? ഒരു എഗ്രിമെന്റിലാണ് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ളത്. എഗ്രിമെന്റിനകത്താണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എഗ്രിമെന്റ്. അടുത്ത ഞാൻ LLP, ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ണറീസ്. LLPയിൽ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് ആണോ, ഷെയർഡ് വിത്ത് ഗവൺമെന്റ് ആണോ, ഡിറ്റർമൈൻഡ് ബൈ ദ ആക്റ്റീവ് പാർട്ണർ ആണോ അല്ലേ? LLP ആകുമ്പോൾ ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് എന്താണ്? ലിമിറ്റഡ് ആണോ, അൺലിമിറ്റഡ് ആണോ? LLP ആകുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നാണ് നമ്മൾ LLPയുടെ ഫുൾ ഫോം. അപ്പോൾ ഇവിടുത്തെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? ലിമിറ്റഡ് ആണ് അല്ലെ? ഏതാണ്? ലിമിറ്റഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. അടുത്തത് ദ ഡോക്യുമെന്റ് ഡിഫൈനിങ് ദ റോൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ആൻ LLP ഈസ് അല്ലേ? എന്താ പറയുന്നത്? ഒരു LLPയിലെ പാർട്ട്നേഴ്സിന്റെ റോളും ഒബ്ലിഗേഷൻ, കടമകളും ഒക്കെ പറയുന്നത് ഏതാണ്? ആ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേര് പാർട്ണർഷിപ്പ് ഡീഡ്, LLP എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്, കോമൺ സീൽ അല്ലേ? ഏതാ ഇതിൽ പറയുന്നത്? ഒന്നുമില്ല. LLP എഗ്രിമെന്റ്. ഓപ്ഷൻ ബി ഏതാണ്? LLP എഗ്രിമെന്റ് ആണ് അല്ലേ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അറിയാമല്ലോ എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് LLP എഗ്രിമെന്റ് കേട്ടോ. ശരി. അടുത്ത് ഏത് കമ്പനീസ് ആക്ട് 2013 ഏത് സെക്ഷനിലാണ് കമ്പനിയെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നമ്മളത് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. സെക്ഷൻ 220 കമ്പനിയെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത് ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ദ ഹോൾ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പോർട്ട്സ് കാൾഡ് ഡാഷ് അല്ലേ? ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഈ ഒരു മുഴുവൻ എന്തോന്നാണ് ക്യാപിറ്റലിനെ നമ്മൾ ചെറിയ 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 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു അല്ലേ? ഓപ്ഷൻ ബി എന്താണ്? ഷെയർസ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം എത്ര പേര് വരെ ആകാം അല്ലേ? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം എത്രയാണ്? 200 പേര് വരെ ആകാം കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം, 200. ഓക്കെ. ശരി. അടുത്ത ദ കോമൺ സീൽ ഈസ് എ ഫീച്ചർ ഓഫ്. കോമൺ സീൽ എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ ആരുടെ ഫീച്ചർ ആണെന്ന് ചോദിച്ചാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കോമൺ സീൽ. ഓക്കെ. ശരി. അടുത്ത ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഓണേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ. ശരി. അടുത്ത വാട്ട് ഈസ് ദ വോട്ടിംഗ് പ്രിൻസിപ്പിൾ ഫോളോഡ് ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഫോളോ ചെയ്തിട്ടുള്ള വോട്ടിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? 1 man 1 vote, 1 share 1 vote, പ്രപ്പോർഷണൽ വോട്ടിംഗ്, നോ വോട്ടിംഗ് റൈറ്റ് അല്ലേ? ഏതാണ്ടാ ഇതിന് ഉത്തരവെന്ന് പറയുന്നത്? 1 share 1 vote ആണ് അല്ലേ? ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആകുമ്പോൾ ഷെയറിനനുസരിച്ചാണ് വോട്ട് വരുന്നത്. 1 share 1 vote. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന് ഉത്തരം കേട്ടോ. ശരി. അടുത്ത വിച്ച് ഓർഗനൈസേഷൻ ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ അല്ലേ? പെർപ്പച്വൽ സക്സഷൻ ഉള്ള സ്ഥാപനം ഏതാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജനറൽ പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഏതാണടാ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് കേട്ടോ. പെർപ്പച്വൽ സക്സഷൻ അതായത് ഈ നമ്മുടെ എന്തോന്നാണ് തുടർച്ച ഉള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കാണ് തുടർച്ചയുള്ളത് കേട്ടോ. ശരി. ഓപ്ഷൻ സി. അടുത്ത വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എത്ര പേര് വരെ ആകാം മാക്സിമം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നോ ലിമിറ്റ് ആണ്. അതായത് എത്ര പേര് വരെ വേണോ ആവാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് അങ്ങനെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിന് എന്തോന്നില്ല, റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നോ ലിമിറ്റ് ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. ശരി. അടുത്ത വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്താണ് അല്ലേ? എത്രയാണ്? നോ ലിമിറ്റ് അല്ലേ? അത്രയേ ഉള്ളൂ.
ഇനി അടുത്ത വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി മിനിമം എത്ര ആൾക്കാർ വേണം എന്നാണ് ചോദ്യം. മിനിമം എത്ര ആൾക്കാർ വേണം? 2 പേരാണ് വേണ്ടത് കേട്ടോ. മിനിമം എത്ര പേര് വേണം? 2 പേര്. ഓപ്ഷൻ ബി 2. ഓക്കെ, ശരി. അടുത്ത ദ ഓണേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആർ, അല്ലെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമുക്കറിയാം, പാർട്ട്നേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സോൾ ട്രേഡേഴ്സ്, ഡയറക്ടേഴ്സ്. ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ എന്തെന്ന് പറയുന്നത്? ഓണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ശരി. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയും കോളം ബിയും ഉണ്ട്. കോളം എയിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ്, കോമൺ സീല്, LLP എഗ്രിമെൻറ്റ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. കോളം എയിൽ പറയുന്നത്. കോളം ബിയിൽ പറയുന്നത് സിഗ്നേച്ചർ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, അല്ലേ? സിഗ്നേച്ചർ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, അതാണ് ഏതെന്ന് പറയുന്നത്? കോമൺ സീൽ എന്ന് പറയുന്നത്. അപ്പോൾ 2-1, അല്ലെ? 2-1 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ബിയും സിയും ഉണ്ട്, അല്ലേ നമുക്ക്? ശരി. ഇനി അടുത്ത് നോക്കിക്കേ, ഡോക്യുമെന്റ് ഡിഫൈനിങ് റോൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഇൻ ആൻ LLP, അതാണ് LLP എഗ്രിമെന്റ്. അപ്പോൾ 3-2, അല്ലേ? അപ്പം 2-1-3-2. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്തോന്നാണ്? നോണസ് ഇൻഡിവിജ്വൽ ഓൺടർപ്രീനർഷിപ്പ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ആൽസോ നോണസ് ആർട്ടിക്കിൾ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന് ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇത് ഇത്രയുമാണ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ ചെറിയൊരു ഭാഗമാണ്, അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് വരാൻ സാധ്യതയുള്ള നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ഒരു സെഷനിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.